എന്താ നോക്കി കളിക്കണേ. 2 റണ്ണ് മതി. 2 റണ്ണ്. അടിയാ കൊള്ളാടാ മോനെ. കൊള്ളാടാ. ജിബിൻ സാം 50-ൽ 28. സുധീഷസ് ഇവൻ ഇന്നും വന്നിട്ടില്ലേ? അർജുൻ ഗോപകുമാർ 50-ൽ 2. ഇങ്ങ് പോര്. ഓരോ ദിവസം ചെല്ലും തോറും ഇവൻ കീപ്പോട്ട 50-ൽ 2.2 മാർക്ക് ഞാൻ ചുമ്മാ തന്നതാ. എന്തുവാ നിന്റെ ഉദ്ദേശം? നോക്കിക്കേ, ഇതിലങ്ങ് ഒന്നുമില്ല. ഉണ്ടൊരു പിന്നുണ്ട്. ഒരു ഷീറ്റ് പേപ്പർ എഴുതാൻ എന്തിനാടാ പിന്ന്? ചെന്ന് ബോർഡ് പിടി. ആ ബുക്ക് ഒന്ന് തുറന്ന് നോക്കി വെച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ? ഇല്ല സാർ. അടി പേടിയില്ലാത്തോണ്ടല്ലടാ നീ അത് ചെയ്തത്. അടി പേടിയാ സാർ. മാറ്റടാ കൈ. A 6-year-old boy was fond of cherries. One day, എന്താ അവിടെ വരാന്തേ കൂടെ പലരും പോകും. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. He planted a cherry seed in their garden. Chukli during monsoon. So the well-rooted cherry sapling. എഴുതിയോ എല്ലാവരും? ടീച്ചറെ എന്താ കുഞ്ഞെ ഇതിന്റെ എവിടെ വരെയായി? പെട്ടെന്നൊന്ന് എഴുതു കുഞ്ഞെ. ഈ എഴുതിക്കൊണ്ട് പോകുന്ന നോട്ട്സൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കണം. എല്ലാവരോടുകൂടിയാണ് പറയുന്നത്. എന്താ അവിടെ? ടീച്ചർ ആരാന്ന് പറഞ്ഞ് ചുമ്മാ പുറത്തിട്ടടിക്കുക. ചുമ്മാ ടീച്ചറെ, ഞാൻ കാണിച്ചൊന്നുമില്ല. എമ്മിന് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകും. വലിയ പ്രയാസമാണ്. നിങ്ങൾ ഇതുവരെ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. He felt very happy. Grandfather too felt happy. Seed in their garden. Ragesh watered
കാർത്തികെ, അർജുൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇടയിട്ട് എപ്പോഴും കാർത്തിക എന്ന് മാത്രമേ പറയാറുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, അവൻ കയ്യിൽ ബ്ലേഡ് കൊണ്ട് കാർത്തികാന്ന് എഴുതി വെച്ചേക്കുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം. ഇതിലൊത്തിരി ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് താൻ ഇങ്ങടുത്ത് പറയണ്ട, ആലോചിച്ചിട്ട് ഇഷ്ടമാണെന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എന്താ പറയില്ലേ? എന്തോ കാർത്തി അവിടെ ഇന്നൊക്കെ ചിരിച്ചോ? ചിരിച്ചോ? നോട്ട് എഴുതി ടീച്ചർ നോക്കുന്നു. Yagesh watered the seedling lovingly and encircled it with pebbles to give it privacy. The little plant grew quickly during monsoon. As it was about 2 feet high. ആര്? കാർത്തിയുടെ ചേട്ടൻ. എവിടെ? ഓടാ, നിക്ക് ഇപ്പുറത്തിരുന്നേ. ഇപ്പുറത്തേടാ കോപ്പേ. അവർ പോയി കാണുക. പോയി കാണൂടാ. പോയി കാണും. പോയി കാണും. ടീച്ചറെ, ഒരു മിനിറ്റ്. പ്രശ്നം എന്താണെന്നോ അവരെന്തിനു വന്നാണെന്നോ ഞാൻ ചോദിക്കുന്നില്ല. കാരണം എനിക്കത് അറിയണ്ട. ഒരു പക്ഷേ അതറിഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസാണ്, എൻ്റെ കുട്ടികളാണ്. ആ വന്ന ആൾക്കാരൊന്നും എൻ്റെ ആരുമല്ല. ഒരു 15 മിനിറ്റിനകം നമ്മുടെ ക്ലാസ് തീരും. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ട്യൂഷൻ സെൻറ്റർ വരെ ഇവൻ്റെ ഒപ്പം കാണണം. ബാക്കി നോട്ട് എഴുതാം. ഇങ്ങോട്ട് നോക്കി. നീയായിട്ട് പ്രശ്നത്തിന് പോകണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ടീച്ചർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കേട്ടോ? ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പ്ലീസ്. എന്തിന്റെ നടക്കോടാ, നിങ്ങളുടെ പുറകെ നടക്കോടാ. എന്താടാ നീ അല്ലു അർജുൻ? നീ ആരാടാ അല്ലു അർജുന്? മുട്ട് പാടം നാളും കൊണ്ട് നിക്കടാ, നേരെ നിക്കടാ. നീ ആരെ വേണമെങ്കിലും നോക്കിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇനി അവളുടെ പുറകെ എങ്ങനെ നടന്നാ പൊന്നു മോനെ നീട്ടിക്കൊണ്ട് ചാവും, മനസ്സിലാടാ?
എണീറ്റ് പോടാ. ഡാടാ പിടിടാ. എല്ലാം പറ്റിയാണ്. ഗഫൂറെ നോക്കി നിൽക്കാൻ ഒന്ന് പിടിക്കടാ. സാരമില്ലടാ. അപ്പുവേ, അപ്പു, ഈ ചെക്കനിത് എന്ത് ഭാവിച്ചാ? ഒരക്ഷരം പഠിക്കയില്ല. വന്നപ്പോ കേറി കഥവടച്ചതാ. ഇപ്പൊ മണി 6 ആയേ. ചേച്ചി ഇങ്ങനെ തുടങ്ങിയാലോ? അവൻ കുഞ്ഞല്ലേ. കുഞ്ഞോ? 10ാം ക്ലാസ്സിന്റെ പരീക്ഷയാ വരുന്നേ. ഇക്കണക്കിന് പോയാൽ അവൻ എന്തെഴുതാനാ? എങ്ങനെ പാസ്സാകുന്നേ? ചേച്ചി നോക്കിക്കോ, ഈ വരുന്ന SLC എക്സാമിന് അവൻ എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകും. കാലത്തെ ഉന്നാരമാൻ തന്നെ ഇറങ്ങിയായിരിക്കല്ലേ? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ശൗരം മുടക്കാണല്ലോ. തന്തപ്പടി ഇറങ്ങാൻ നോക്കൂല. പേടി കണ്ടോടാ. ചേട്ടന്മാരെ ഞാൻ പറയുന്നേക്ക്, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തരും. ഹലോ അർജുനോ? വന്നോന്ന് നോക്കട്ടെ. മോനെ, അപ്പുവേ, നിനക്കാടാ ഫോൺ? ആരാ? കുറെ പ്രാവശ്യമായി വിളിക്കുന്നു. കൂട്ടുകാർ പിള്ളേര് വല്ലതും ആയിരിക്കും. ഹലോ. ആ എടാ, ഞാനാ ഗഫൂർ. ആ നീയാ? നിന്റെ വീട്ടിൽ ഫോൺ മേടിച്ചോ? ഇല്ലടാ, ഞാനിവിടെ മലപ്പുറത്ത് ബന്ധുവിന്റെ വീട്ടിലാ. ആ നീ ചുമ്മാ വിളിച്ചാണോടാ? അതെ, അന്ന് നമ്മളെ തല്ലിയില്ലേ, അതവിടെ ചേട്ടനല്ല. അവിടെ ചേട്ടൻ ബാംഗ്ലൂർ ജോലി ചെയ്യുക. നമ്മളെ തല്ലി അവിടെ ലൈനാടാ. നീ എങ്ങനെ അറിഞ്ഞു? മാമയുടെ മോളില്ലേ, അവിടെ ക്ലാസ്സിലാ പഠിക്കുന്നത്. ഓള് പറഞ്ഞതാ. നീ ഏതായാലും എടുത്തിയടിയും ചെയ്യാൻ നിൽക്കണ്ട. എന്തിനായാലും ഞങ്ങൾ കൂടെ ഉണ്ട്. അതിപ്പോ കൊള്ളാനായാലും കൊടുക്കാനായാലും. ഹലോ. ആ ആടാ, ഞാൻ ഇവിടെ ഉണ്ടോ? നീ എന്താ ഒന്നും പറയാത്തേ? ഓ എന്താ പറയാ, നീ നാളെ ട്യൂഷന് വരുന്നുണ്ടോ? ആ വരുവടാ, വൈകിട്ടത്തെ വണ്ടിക്ക് കയറണം. താമസിക്കും. ശരിയടാ. ശരിയെങ്കിൽ. നീ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു, ശരി. ചെറുതായിട്ട്. ഏയ് ഇല്ല. ചോദിക്കാറുണ്ട് ആരാ ഫോണിൽ വിളിച്ചത്. കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഞാൻ പിന്നെ എന്ത് പറയാനാ? എന്നിട്ട് അയ്യോടാ, സൈക്കിൾ കൂട്ടാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. ഒരു കാര്യം ഗഫൂറെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, സൈക്കിൾ എന്താണ് പ്രശ്നം? എന്താ പറ്റി? അർജുന, നീ ആരാടാ പേടിക്കുന്നേ? പൊട്ടിക്കടാ അവനെ. അർജുന, അടിയടാ അവനെ. നോക്കി അടിക്കടാ. നോക്കിക്കാ, അടിക്കടാ അർജുന അവനെ. The world heavyweight champion. Oh wow, he's so far. He's so mad. Yes, yes. Okay. ആ തിരിച്ചിട്ട് അടിക്കുക. Come on. എടാ എനിക്കിട്ടല്ല. എടാ എന്നെ അടി.
അല്ല വേണ്ട ഇങ്ങോട്ട്. തിരിച്ചു നിർത്തി നമുക്ക് മുമ്പിൽ അടിക്കാം. ഇവനെ ഇവനെ നമുക്ക് എന്താ ചെയ്യണം? ഞാനും കൂടെ കുറച്ച് എനിക്കും കൂടെ തലടിക്കാൻ. സാറ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇന്നത്തെ കുറെ എണ്ണത്തിന് കാണാനില്ലല്ലോ. ഏതായാലും ബുക്ക് അടച്ചു വെക്കില്ലാരും. ഇയാളെന്തിനാ ഇപ്പൊ കേറി വന്നേ? കാലൻ പേപ്പറും കൊണ്ടാ വന്നേ. നീ ബെഞ്ചിൽ നീ ഇവിടെ ഇറങ്ങി പോയ സൈലൻസ്. അർജുൻ ഗോപകുമാർ. അർജുൻ ഗോപകുമാർ. നിന്നെ വിളിക്കുന്നേ. ഗോപി കൃഷ്ണൻ. സാറേ ഇത് നിനക്ക് അവിടെ നിൽക്കടാ. ഇത് നിനക്ക് പൊരിച്ചോ പുഴുങ്ങിയോ തിന്നാം. മുട്ടയാണ് മുട്ട. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോട്ടീസ് പേപ്പറിൽ പരീക്ഷ എഴുതിരുന്നു. എന്തോന്നാടേ ഇത്? പറക്കിടുന്നുള്ളതിൻ്റെ നോട്ടീസോ? പോയി നിൽക്കടാ അവിടെ. സാറേ എന്തോന്നാടാ കുഞ്ഞെ നിന്റെ വിഷയം? മാർക്ക് ഇട്ടിട്ടില്ല. ഇത് ഞാൻ നോക്കിയ പേപ്പറാണല്ലോ. ഇതിൽ എന്തിൻ്റെ കുറവുണ്ടോ നോക്കിയേ. പിന്നെ എന്തോന്നാ? പിന്നെ കുത്തിയിട്ടില്ല. അപ്പൊ അതാ. പക്ഷെ എല്ലാ പേപ്പറിലും പേര്. അതുകൊണ്ടാണല്ലോ നിന്റെ പേപ്പറാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വേണമെന്ന് വെച്ചാ പറ്റും. ഇന്ന അവിടെ നിന്ന് ഇതൂടെ കൊണ്ടുപോകും. എന്നാ ഈയുടെ പിന്നെ ഉള്ളത് പറയാമല്ലോ. ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടായിരിക്കും സംഗതിക്ക് ഒരു രസമൊക്കെ ഉണ്ട്. എന്തായാലും ഇതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ജയിച്ചു. ജയിച്ചോ? എത്ര ഉണ്ട്? 50-44. ഇവനോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മനസ്സിലായത് വേറൊന്നുമല്ല, ജീവിതത്തിൽ നമ്മൾ തോൽപ്പിക്കാനുള്ള അടികൾ തേടി വന്നേക്കാം. അതേ പേടിക്കരുത്. പക്ഷെ ചൂരൽ കൊണ്ടുള്ള അടി, ആ അടി പേടിക്കണം. എന്നാലേ ഇതുപോലെ 8 പേജുള്ള 4 ഷീറ്റ് പേപ്പറിൽ പിന്നെ കുത്താൻ പറ്റും. ഏത്